ഒരു ബാറിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു ആ സ്ത്രീ. ഗ്ലാസിലെ മദ്യം കുടിച്ചു തീർത്തപ്പോൾ അതിനടിയിൽ ഒരാൾ ഇങ്ങനെ എഴുതിവച്ചിരിക്കുന്നു: നീ ഇപ്പോൾ മരിക്കും. ഞെട്ടിപ്പോയ ആ സ്ത്രീ ഇതാരാണ് ചെയ്തതെന്ന് അലറി ചോദിക്കുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന പയ്യൻ ശാന്തനായി മുന്നോട്ട് വന്ന് ഒരു വിഷക്കുപ്പി കാണിച്ചു പറഞ്ഞു: അത് ഞാനാണ്, നിങ്ങളുടെ ഗ്ലാസിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. ഭയന്നുപോയ ആ സ്ത്രീ അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചപ്പോൾ അവൻ തടഞ്ഞു. നിങ്ങൾ അനങ്ങിയാൽ വിഷം വേഗത്തിൽ രക്തത്തിൽ പടരും, നിങ്ങൾ പെട്ടെന്ന് മരിക്കും. തന്നോട് എന്തിനാണീ ക്രൂരത ചെയ്യുന്നതെന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ച അവളോട് അവൻ തന്റെ ഫ്ലാഷ്ബാക്ക് വിവരിക്കുന്നു. എനിക്കൊരു അനിയത്തിയുണ്ടായിരുന്നു. അവൾക്ക് ക്യാൻസറായിരുന്നു. അവളുടെ ജീവൻ രക്ഷിക്കാൻ ലോണിനായി ഞാൻ നിങ്ങളുടെ ബാങ്കിൽ വന്നു. എന്നാൽ ഞാൻ ബാറിലെ ജോലിക്കാരനാണ് എന്ന നിസ്സാര കാരണം പറഞ്ഞ് നിങ്ങൾ ആ അപേക്ഷ നിരസിച്ചു. ആ റിജക്ഷൻ കാരണം മറ്റൊരു ബാങ്കിലും എനിക്ക് ലോൺ കിട്ടിയില്ല. ഒടുവിൽ ചികിത്സ കിട്ടാതെ എന്റെ അനിയത്തി മരിച്ചു. അവൾ ബാറിലുള്ള മറ്റുള്ളവരോട് സഹായത്തിനായി നിലവിളിച്ചു. പക്ഷെ ആരും അവളെ സഹായിച്ചില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ അനിയത്തി മരിച്ചപ്പോൾ അവളുടെ അവയവങ്ങൾ ഞാൻ ദാനം ചെയ്തിരുന്നു. ഈ ബാറിലുള്ള പലരിലും എന്റെ അനിയത്തിയുടെ അവയവങ്ങൾ തുടിക്കുന്നുണ്ട്. മരണഭയത്താൽ അവൾ അവനോട് മാപ്പിനായി അപേക്ഷിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾ ബോധരഹിതയായി വീണു. എന്നാൽ കുറച്ചുകഴിഞ്ഞ് അവൾ കണ്ണു തുറന്നപ്പോൾ അവൻ പറഞ്ഞു: ഞാൻ നിങ്ങൾക്ക് വിഷമൊന്നും നൽകിയിട്ടില്ല, വെറുമൊരു മരുന്നു മാത്രമായിരുന്നു അത്. ഇനി ആരെങ്കിലും സഹായത്തിനായി വന്നാൽ അവരെ തിരിച്ചയക്കരുത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാങ്കിൽ ഒരു പാവപ്പെട്ട കർഷകൻ വായ്പയ്ക്കായി എത്തുന്നു. ബാങ്ക് ജീവനക്കാർ അത് നിരസിക്കാനൊരുങ്ങുമ്പോൾ ആ സ്ത്രീ ഇടപെടുകയും ആ കർഷകന് ലോൺ അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു. തന്റെ തെറ്റ് തിരുത്തിക്കൊണ്ട് അവൾ ഒരു പുതിയ മനുഷ്യനായി മാറുന്നു.